ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നലെ പണം നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് വിത്ത് യു വിത്ത് മണി അല്ലേ, മനുഷ്യനാണെങ്കിൽ പണം ഒരു മനുഷ്യനാണെങ്കിൽ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇന്ന് അതുപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് എൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് വുമൺസ് റോൾ ഇൻ ഫിനാൻഷ്യൽ വെൽനെസ്. അത് ഫാമിലിയിലാകാം, സൊസൈറ്റിയിലും ആകാം. അപ്പം എൻ്റെയൊക്കെ ചെറിയ കാലത്ത് എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫായിരുന്നു. അപ്പം എങ്കിൽ പോലും അച്ഛൻ പ്രവാസിയായിരുന്നു, അമ്മ ഹൗസ് വൈഫായിരുന്നു. അപ്പോൾ അച്ഛൻ അയച്ചു തരുന്ന പണം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. ഞങ്ങൾ 4 പെൺകുട്ടികളായിരുന്നു. അപ്പം ഈ 4 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമാണെങ്കിലും വീട്ടിലെ എല്ലാ കാര്യങ്ങളാണെങ്കിലും A to Z കാര്യങ്ങൾ അമ്മ ചെയ്തു. അതിനോടൊപ്പം തന്നെ അച്ഛൻ അയച്ചു കൊടുത്ത പണം, ആ പൈസ ഉപയോഗിച്ച് തന്നെ അമ്മ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വർണം മുതൽ ചെറിയ ചെറിയ പ്രോപ്പർട്ടി ആണെങ്കിലും വീടിൻ്റെ അറ്റകുറ്റപ്പണികളാണെങ്കിലും പിന്നീട് ഞങ്ങൾക്കൊരു വീടും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അച്ഛന് ഒരു പ്രേരണയായിട്ട് നിന്നത് എൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെ ഫൈനാൻഷ്യൽ കൺട്രോളർ എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയായിരുന്നു. അപ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ പറയുമ്പം അമ്മ അതിനൊക്കെ ഒരു എവിടെയെങ്കിലുമൊക്കെ ഒരു ലിമിറ്റേഷൻസ് പറയും. അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു കേരളത്തിലേക്ക് നമ്മൾ നോക്കുമ്പം നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ അതവർ ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും ആ വീട്ടിലെ ഒരു ഫൈനാൻഷ്യൽ വെൽനെസ്സിന് ഒരു സ്ത്രീ വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ്. അത് അവൾ ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിയും അല്ലെങ്കിൽ പലവ്യഞ്ജന വസ്തുക്കളും തുടങ്ങി ധരിക്കുന്ന വസ്ത്രം മുതൽ അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് മുതൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് മുതൽ A to Z ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ പറയുന്നത് പോലെ എല്ലാ കാര്യത്തിലും അവളുടെ ആ ഒരു കൺട്രോൾ, അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ ഒരു സ്ത്രീക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ പുരുഷൻ എത്ര തന്നെ സമ്പാദിച്ചാലും അത് നമുക്ക് നാളത്തേക്ക് ഉപകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ദയയിൽ പറഞ്ഞതുപോലെ 4 തലമുറയ്ക്ക് ചിലവാക്കാനുള്ള സമ്പത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഏതാനും മാസങ്ങൾ കൊണ്ട് ചിലവഴിച്ച അതിലെ കഥാപാത്രത്തിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് 4 തലമുറയ്ക്ക് ഉപയോഗിക്കാനുണ്ടായിരുന്നു, സ്വത്തുണ്ടായിരുന്നു. അപ്പം പലപ്പോഴും നമുക്ക് ജോലി ചെയ്ത് നല്ലൊരു ജോലി ചെയ്ത് നല്ലൊരു ഇൻകം കിട്ടാത്തത് കൊണ്ടല്ല പല വീട്ടിലും ഈ ഫൈനാൻഷ്യൽ വെൽനെസ് അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത നല്ല രീതിയിൽ ഉണ്ടാകാത്തത്. നമ്മുടെ കയ്യിൽ എവിടെയൊക്കെയോ ഒരു ചോർച്ച വരുന്നുണ്ട് അല്ലേ? ആ ചോർച്ച നിയന്ത്രിക്കണമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകളായിരിക്കണം. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ അണുകുടുംബങ്ങളിലൊക്കെ സ്ത്രീകൾ ജോലി ചെയ്തു തുടങ്ങി. അത് ഏതൊരു സമുദായത്തിലാണെങ്കിലും ഇന്ന് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കി ആ ഒരു ജോലി ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇൻകം എടുക്കണം എന്നൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കൈത്തൊഴിലൊക്കെ ചെയ്ത് ജോലി ചെയ്തൊരു സമ്പാദ്യം ഉണ്ടാക്കണമെന്നുള്ള ഇത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കും ഉണ്ട്. പക്ഷെ പുതിയ തലമുറയിൽ പോലും ഒരു സമ്പാദ്യശീലം അല്ലെങ്കിൽ ഒരു കരുതൽ അത് കാണുന്നില്ല. ഇത് ഇന്നത്തെ കാലം നോക്കുമ്പോൾ അത് വളരെ കുറവായിട്ട് കാണുന്നു. നല്ലൊരു ലൈഫ് ഇൻഷുറൻസിൽ ചേരുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേരുക എന്നുള്ളത്, അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് പൈസ എവിടെയെങ്കിലും റിസർവ് ചെയ്ത് വയ്ക്കൽ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊരു സ്വന്തമായിട്ടൊരു കിടപ്പാടം വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഉപദേശിച്ച് കൊടുക്കേണ്ടത് വളരെ വലിയ ആവശ്യമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അവരെ സമ്പാദ്യശീലം നമ്മൾ ശീലിപ്പിക്കണം. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു രൂപ എടുത്ത് അവർ ചിലവാക്കുമ്പോൾ അത് ആവശ്യത്തിനാണോ അവരത് ചിലവാക്കുന്നത്? അപ്പം അച്ഛൻ്റെ ജോലി അല്ലെങ്കിൽ അമ്മയോ അച്ഛനും ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അച്ഛൻ മാത്രം ജോലി ചെയ്യുന്ന വീട്ടിലാണെങ്കിലും ആ ഒരു പൈസ ഒരു മാസം ഈ ഒരു എമൗണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹം എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത് പൈസയുടെ വില കൃത്യം. നമ്മുടെയൊക്കെ വീടിന് നമ്മുടെയൊക്കെ ഡൈനിങ് ടേബിളുകൾ ആർഭാടങ്ങളാണ് അല്ലേ? ഇന്നും 2ഉം 3ഉം പലതരത്തിലുള്ള ഭക്ഷണപദ ഹോട്ടലിനേക്കാളും അതിനെയും കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് പലരുടെയും തീന്മേശകൾ ഇന്ന് പോകുന്നത്. വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കുറച്ചൊക്കെ വേണം. പണ്ട് ആഘോഷങ്ങൾക്ക് മാത്രം നമ്മുടെ ഇന്ന് ഉണ്ടാക്കിയിരുന്ന പല വിഭവങ്ങളും ഇന്ന് നമ്മുടെ വീട്ടിൽ നിത്യമാണ്. അതുപോലെ തന്നെ വീട്ടിൽ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ അവിടെ ഇരിക്കുമ്പം തന്നെ ഓർഡർ ചെയ്ത് അല്ലേ, ഓൺലൈനിൽ ഓർഡർ ചെയ്ത്
ഓരോ ഫുഡുകൾ മേടിച്ച് കഴിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ഇന്ന് കൂടി വരികയാണല്ലേ. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ പൈസയ്ക്ക് വിലയില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ പൈസ എന്ന് പറയുന്നത് പണ്ട് ഇപ്പം ഹിന്ദു സംസ്കാരത്തിൽ അത് പറയും മഹാലക്ഷ്മിയാണ്, അതിനെ അതുപോലെ കാക്കണം അല്ലേ. അപ്പം മഹാലക്ഷ്മി ഇരിക്കണമെങ്കിൽ അവിടെ സന്തോഷം വേണം, സ്നേഹം വേണം, ദയ വേണം. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ അക്യൂമുലേറ്റഡ് ആയിട്ട് പണം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ അയാൾക്ക് ചിലവാക്കാനും കൂടുതൽ പണം ദൈവം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്കത് ആർഭാടമായിട്ട് ചിലവാക്കുക എന്നുള്ള എൻ്റെ മുമ്പിൽ കാണുന്ന പൈസയ്ക്ക് ആവശ്യമുള്ളൊരു വ്യക്തി, അസുഖം കൊണ്ട് വിഷമിക്കുന്ന ഒരു പൈസ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുമായിരുന്ന, കുഞ്ഞുങ്ങൾക്ക് പോലും മാരകമായ അസുഖങ്ങളൊക്കെ വന്ന ആൾക്കാർ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഓരോ മേഖല പഠിക്കാൻ കഴിവുണ്ടായിട്ടും വിദ്യാഭ്യാസത്തിന് നോക്കാൻ ആളില്ലാതെയൊക്കെ. അപ്പോൾ നമ്മുടെ മുന്നിൽ നമുക്ക് ദയുണ്ടാകണം, കരുണയുണ്ടാകണം. എൻ്റെ കയ്യിലൊരു നമ്മുടെ കല്യാണങ്ങളൊക്കെ ആർഭാടങ്ങൾ പലതും ഭയങ്കര ആർഭാടങ്ങളാണല്ലേ. ഈ ആർഭാടങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പൈസയിൽ ഒരു വിഹിതം നമ്മൾ തീർച്ചയായിട്ടും അശരണർക്കും അത് അർഹതപ്പെട്ടവർക്കുമായിട്ടുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുതിനെ പഠിപ്പിക്കേണ്ടതും ഈ ഒരു പണത്തിനെ എങ്ങനെ അതിൻ്റെ ഒരു വെൽബീയിങ് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇസ്ലാമിക സംവിധാനത്തിൽ ഞാൻ ഭക്ഷണം കഴിച്ചു എന്നതിന് മുന്നേ അയൽപക്കത്ത് അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ കൂടെ നടന്നു പോയ വ്യക്തി ഭക്ഷണം കഴിച്ചോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. അത് എത്ര പേരിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്, പക്ഷെ അതൊരു മഹത്തായ ഒരു കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ തീർച്ചയായിട്ടും അതിനെ സ്നേഹിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതെൻ്റെ ഒരു ഒറ്റ സുഹൃത്താണെങ്കിൽ ആ സുഹൃത്ത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും അല്ലേ. എനിക്ക് ആവശ്യത്തിലും കൂടുതൽ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടാവുമ്പോൾ ഞാൻ കൊടുക്കും തോറും ഏറിടും. അത് വിദ്യയാണെങ്കിലും ധനമാണെങ്കിലും അതെ, വിദ്യാധനം കൊടുക്കുമ്പോൾ ഏറിടുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സമ്പത്ത്. അതുപോലെ നല്ല ആരോഗ്യം, അതും ഒരു തരത്തിൽ നമ്മുടെ വെൽബീയിങ് ആണ്. അപ്പോൾ വെൽബീയിങ്, ഫൈനാൻഷ്യൽ വെൽബീയിങ് എന്നൊന്ന് പറയുമ്പോൾ അത് പണം മാത്രമല്ല, അസുഖങ്ങളെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ ഏറ്റവും കൂടുതൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഒഴുകിപ്പോകുന്നത് എന്തിലൂടെയാണ്? നമ്മൾക്ക് ചേരുന്ന നമ്മുടെ അസുഖങ്ങളിലൂടെയാണ് അല്ലേ. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് തീർച്ചയായിട്ടും എന്താണ്, ആരോഗ്യകരമായ ശരീരം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാവർക്കും സന്തോഷം. മറ്റത് എന്തുമാത്രം പൈസ നമുക്കുണ്ടായാലും ഒരു വ്യക്തിക്ക് അസുഖമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പണത്തിൽ നിന്ന് കിട്ടുന്ന ലക്ഷറി ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. എത്ര വലിയ വീടുണ്ടെങ്കിലും, AC ഉണ്ടെങ്കിലും, AC കാറുണ്ടെങ്കിലും, നമ്മുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളും തമ്മിൽ പരസ്പര ധാരണയും സ്നേഹവും സഹവർത്തിത്വവും ഇല്ലെങ്കിൽ ഈ കാണുന്ന അല്ലെ പുറം മോടികൾക്കൊന്നും കാര്യമില്ല. അപ്പോൾ ഫൈനാൻഷ്യൽ വെൽനെസ് എന്ന് പറയുമ്പം അതൊരു സ്നേഹത്തിൽ അധിഷ്ഠിതമായി ഓരോ രൂപ എടുത്ത് ചിലവാക്കുമ്പോഴും അത് കൃത്യമായി എഴുതി രേഖപ്പെടുത്തി കൃത്യമായ പ്ലാനിങ്ങിലൂടെ, ബഡ്ജറ്റിങ്ങിലൂടെ ഒരു മാസത്തിൽ, ഒരാഴ്ചയിൽ, ഒരു ദിവസത്തിൽ ഇന്നത്തെ ദിവസം എത്ര രൂപ നമ്മൾ ചിലവാക്കണം, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കണം, ഏതൊക്കെയാണ് എൻ്റെ പ്രേമമായിട്ട് ചെയ്യേണ്ടത്, ഇതെല്ലാം സ്ത്രീകളിലൂടെ തന്നെയാണ് പോകുന്നത്. പുരുഷന്മാർ പൈസ സമ്പാദിച്ചുകൊണ്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകൾ സമ്പാദിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകൾ ചിലപ്പം ശമ്പളം കിട്ടുന്നത് മുഴുവനും ഹസ്ബൻഡിന് കൊടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം തൊട്ട് വണ്ടിക്കൂലി ഹസ്ബൻഡിൻ്റെ ഇടയ്ക്ക് മേടിച്ചു. അതും തെറ്റായ ഒരു പ്രവണതയാണെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ പൈസയെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിവൈഭവം കൂടെ നിങ്ങൾക്കൊണ്ടാണ്. എങ്ങനെ ഒരു ബാങ്കിൽ പോകണം, എങ്ങനെ ഒരു ചെക്ക്, ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും ഓരോ ട്രാൻസാക്ഷൻ, ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെയാണ് അടയ്ക്കേണ്ടത്, ഓരോ കാര്യങ്ങളും. കാരണം നാളെ നമ്മുടെ പങ്കാളിക്ക് എപ്പോഴും നമ്മൾ ഇതിനൊന്നും സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്ന് ഓരോ പെൺകുട്ടിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. നാളെ കുടുംബത്തിലെ അവളൊരു കുടുംബ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവളെ അടുക്കളയിൽ കറി വയ്ക്കാൻ വേണ്ടി അമ്മമാർ പരിശീലിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമാണ് എങ്ങനെ നമ്മുടെ കയ്യിൽ വരുന്ന ഇൻകം വേണ്ട രീതിയിൽ അതിന് ഒരു ധൂർത്തില്ലാതെ ക്രിയാത്മകമായിട്ട് സ്പെൻഡിങ്ങും അതും നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ അത് ശീലിക്കേണ്ടതാണ്. അപ്പോൾ ഓരോ വ്യക്തികളും ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെയാണ് ആവശ്യം, അതിന് എത്രയൊക്കെ എൻ്റെ കയ്യിൽ എന്തൊക്കെ പൈസ, എത്രമാത്രം പൈസ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തിനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ഒരു ബഡ്ജറ്റിങ്, അതൊരു രാജ്യത്തിന്
മാത്രമല്ല ബഡ്ജറ്റിങ് ആവശ്യം, നമ്മുടെ വീടുകളിലും ആ ബഡ്ജറ്റിങ് ആവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാകട്ടെ, ഒരു ഫൈനാൻഷ്യൽ വെൽനെസ് ഉണ്ടാകട്ടെ. അതിന് നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് ലിറ്ററേറ്റ് ആവേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഓരോ സ്ത്രീയും ആ ഫൈനാൻഷ്യൽ ലിറ്ററസി കൂടെ 100% ആകുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ കുടുംബത്തിന് പൂർണ്ണമായ ഫൈനാൻഷ്യൽ വെൽനെസ് അല്ലെങ്കിൽ വെൽനെസ് ഉണ്ടാകുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമുക്ക് ഇന്ന് വയ്ക്കാം. അതെന്താണെന്ന് ആലോചിച്ചിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ